ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇഷ. അപ്പോൾ എല്ലാവരും സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? പ്രൊവിഷണൽ ആൻസർ കീ അനാലിസിസിലൂടെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടാവും. അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മളിന്ന് സെറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നൊരു വലിയ പദവിയിലേക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് സെറ്റ്. The test is conducted for 36 different subjects twice a year all over Kerala. കേരളത്തിലെ 36 ഡിഫറെൻറ്റ് സബ്ജക്ട്സിനായിട്ട് ഒരു വർഷം 2 എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ സബ്ജക്ട്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആന്ത്രപ്പോളജി, അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോഗ്രഫി, ജിയോളജി, ജർമ്മൻ, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, ജേർണലിസം, കന്നഡ, ലാറ്റിൻ, മലയാളം, മാത്തമാറ്റിക്സ്, മ്യൂസിക്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, റഷ്യൻ, സാൻസ്ക്രിറ്റ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സിറിയക്, തമിഴ്, ഉറുദു, സുവോളജി ആൻഡ് ബയോടെക്നോളജി. ഇങ്ങനെ 36 ഡിഫറെൻറ്റ് സബ്ജക്ട്സിനായിട്ട് ഒരു വർഷം 2 തവണയാണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പേപ്പറുകളെ കുറിച്ചും നോക്കാം. There shall be 2 papers for the set examination. 2 പേപ്പേഴ്സാണ് സെറ്റ് എക്സാമിനേഷൻ ഉള്ളത്. The duration of the test shall be 120 minutes for each paper. ഓരോ പേപ്പറിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ്സ് ആണ്. പേപ്പർ 1 ഈസ് കോമൺ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. എല്ലാ കാൻഡിഡേറ്റ്സിനും പേപ്പർ 1 കോമൺ ആണ്, ജനറൽ പേപ്പർ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. പാർട്ട് എ ജനറൽ നോളജ് ആൻഡ് പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ നോളജ് ആണ്, പാർട്ട് ബി എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. Paper 1 with 60 questions each for part A and part B. Paper 1 part A ഉണ്ട്, part B ഉണ്ട്. Part A ക്ക് 60 questions and part B ക്ക് 60 questions. Each question shall carry 1 mark. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ് ഉള്ളത്. സോ പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്, അത് എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആണ്. പേപ്പർ 1 2 പാർട്സ് ഉണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ് ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. പാർട്ട് എയിൽ 60 ക്വസ്റ്റ്യൻസ് ആൻഡ് പാർട്ട് ബിയിലും 60 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻഡ് പേപ്പർ 1 120 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ്, പേപ്പർ 2 ഷാൽ ബി എ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ സബ്ജക്റ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് അറ്റ് ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ. There shall be 120 questions carrying 1 mark each for the subject under paper 2. Paper 2 എന്ന് പറയുന്നത് സബ്ജക്റ്റ് പേപ്പർ ആണ്. സെറ്റ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ആയിരിക്കും പേപ്പർ 2 കോർ പേപ്പർ എന്ന് പറയുന്നത്. സോ അതിനും 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. ഓക്കെ, നെക്സ്റ്റ്, കണ്ടീഷൻസ് ഓഫ് എലിജിബിലിറ്റി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം, പേപ്പർ 1നും പേപ്പർ 2നും സെപ്പറേറ്റ് മാർക്ക് ഉണ്ടെന്നും നമ്മളുടെ ക്വാളിഫയിങ് എക്സാമിന് ഈ 2 മാർക്സും പ്രാധാന്യം അർഹിക്കുന്നവയാണ്. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് കണ്ടീഷൻസ് ഓഫ് എലിജിബിലിറ്റിയെ കുറിച്ചാണ്. എന്താണ് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി? 1. Have a master's degree in physics with at least 50% marks or equivalent grade. അതായത് ഫിസിക്സ്, സെറ്റ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം MSc ഫിസിക്സ് വിത്ത് 50% മാർക്സ്. നെക്സ്റ്റ് വൺ, ഹാവ് എ BEd ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BEd വിദ്യാഭ്യാസം. നെക്സ്റ്റ്, first year PG or BEd candidates are not eligible to apply for SET. അതായത് ഒന്നുകിൽ PG അല്ലെങ്കിൽ BEd
ഇതിന് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, candidates who have acquired their master's degree with the minimum required marks for eligibility to apply for SET and are undergoing the final year courses for B.Ed degree are eligible to apply for the SET. അതായത് സെറ്റ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം MSc ഫിസിക്സ് പാസ്സായിട്ട് B.Ed സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, candidates who have acquired their B.Ed degree and are undergoing the final year courses of their postgraduate program are also eligible to apply for the SET. അതായത് B.Ed ഡിഗ്രി പാസ്സായതിനു ശേഷം MSc ഫിസിക്സ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും സെറ്റ് ഫിസിക്സിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു വർഷത്തിനകം നിങ്ങളിതിൽ പാസ്സായ സർട്ടിഫിക്കറ്റ് വിത്ത് മിനിമം റിക്വയർഡ് മാർക്സ് ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് ഡിസ്ക്വാളിഫൈ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് B.Ed ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് MSc ഫിസിക്സ് പാസ്സായതിനു ശേഷം B.Ed ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സെറ്റ് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ B.Ed ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫിലോസഫി, സൈക്കോളജി ഈ പോർഷൻസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. സോ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1ലും ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. B.Ed ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ B.Ed പാസ്സായതിനു ശേഷം MSc ഫിസിക്സ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, ആ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോഡൈനാമിക്സ് ഈ പോർഷൻസ് ഒക്കെ എന്തായിരിക്കും? ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ കോർ പേപ്പറിൽ ഈ പോർഷൻസിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും. സോ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. നെക്സ്റ്റ്, നോ ഏജ് ലിമിറ്റ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ സെറ്റ്. സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. നെക്സ്റ്റ്, റിക്വയർമെൻറ്റ് ഫോർ പാസ് സെറ്റ് എക്സാമിനേഷൻ. സെറ്റ് എക്സാമിനേഷൻ പാസ്സാകുന്നതിനുള്ള റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? കാറ്റഗറി വൈസ് ആണ് റിക്വയർമെൻറ്റ് ഉള്ളത്. ജനറൽ കാറ്റഗറിക്ക് പേപ്പർ 1ന് 40% ഉണ്ടായിരിക്കണം, പേപ്പർ 2ന് 40% ഉണ്ടായിരിക്കണം. ആൻഡ് അഗ്രിഗേറ്റ് മാർക്സ് ഫോർ ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്ന് പറയുന്നത് 48% ഉണ്ടായിരിക്കണം. ആൻഡ് ഫോർ OBC 35% is needed for paper 1 and 35% is needed for paper 2 and aggregate marks percentage എത്രയാണ്? 45 ആണ് for OBC. Next, PWD, VH, PH, SSC and ST എത്ര പെർസെൻറ്റേജ് ആണ്? പേപ്പർ 1ന് 35, പേപ്പർ 2ന് 35 and for total aggregate marks percentage 40 ആണ് വേണ്ടത്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ. പേപ്പർ 1ൻ്റെ മാർക്സ്, പേപ്പർ 2ൻ്റെ മാർക്സ്, ദെൻ അഗ്രിഗേറ്റ് മാർക്സ്, ഇത് മൂന്നും ഈ ക്വാളിഫയിങ് എക്സാമിന് ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. നെക്സ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP. ITEP കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. +2 കഴിഞ്ഞ് 4 വർഷത്തിനകം ബിരുദ വിദ്യാഭ്യാസവും B.Ed ബിരുദവും നേടിയെടുക്കാൻ അവസരമൊരുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ITEP. BA, BSc, BCom എന്നീ 3 ലെവലിലുള്ള B.Ed കോഴ്സുകളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. +2 കഴിഞ്ഞാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. ഇത് ഒരു ഇരട്ട ബിരുദം കൂടിയാണ്. 3 വർഷം ഒരു നിശ്ചിത വിഷയത്തിലുള്ള പഠനവും അധ്യാപന വിദ്യാഭ്യാസവും നേടിയെടുക്കുന്ന ഒരു ഇരട്ട ബിരുദ കോഴ്സാണിത്. ഇതിനുശേഷം 1 വർഷം മാത്രം PG ചെയ്താൽ മതിയാകും. നിലവിൽ 1 വർഷത്തെ PG കോഴ്സ് ലഭ്യമല്ല, എന്നാൽ ഇതിനുശേഷം 1 വർഷം മാത്രം PG ചെയ്താൽ മതിയാകും. ITEPക്ക് 75% മാർക്കോടെ പാസ്സാകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഗവേഷണ താല്പര്യമുണ്ടെങ്കിൽ
PG ഇല്ലാതെ തന്നെ പ്രവേശന പരീക്ഷ എഴുതാനുള്ള അവസരവുമുണ്ട്. MEd 1 വർഷം ആകുന്നതിനുള്ള ക്രമീകരണങ്ങളും നടന്നു വരുന്നു. ഇതിനുശേഷം MA, MSc, MCom ആൻഡ് MEd എന്നീ കോഴ്സുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിരുദ വിദ്യാഭ്യാസവും ബിരുദാനന്തര വിദ്യാഭ്യാസത്തിനും നിരവധി അവസരങ്ങൾ സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള ഈ സമയത്ത് അധ്യാപനത്തിൽ താല്പര്യവും നൈപുണ്യവും ഉള്ളവരാണ് ഈ കോഴ്സിന് അനുയോജ്യരായിട്ടുള്ളവർ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി. ഒരു ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങുക. ബേസിക്സ് മീൻസ് ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, അനലൈസ് ദ സിലബസ്. അതോടൊപ്പം തന്നെ അനലൈസ് ദ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിലൂടെ മാറി വരുന്ന എക്സാം പാറ്റേണിനെ കുറിച്ചും PYQ അനാലിസിസിലൂടെ മാറി വരുന്ന എക്സാം പാറ്റേണിനെ കുറിച്ചും എക്സാം ഡിഫിക്കൽറ്റിയെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. അതേപോലെ തന്നെ സിലബസ് അനാലിസിസും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. നെക്സ്റ്റ്, സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. അതായത് ബേസിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പഠിച്ചതിന് ശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം അനിവാര്യമാണ്. നെക്സ്റ്റ്, വർക്ക്ഔട്ട് MCQs. കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ MCQs പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, സ്റ്റഡി പ്ലാൻ ഓഫ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞങ്ങൾ എങ്ങനെയാണ് ഒരു സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്? ഫസ്റ്റ് വൺ, ലൈവ് ക്ലാസ്സസ്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ ഒരിടം, അതാണ് ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. വീക്ക്ലി 4 ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്. സിലബസിനനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായി നൽകുകയും അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, PDF നോട്ട്സ്. ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, മെന്റർഷിപ്പ് സപ്പോർട്ട്. നിങ്ങളെ ഒരു റൈറ്റ് ട്രാക്കിലൂടെ തന്നെ ഗൈഡ് ചെയ്യാൻ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. നെക്സ്റ്റ്, വീക്ക്ലി റിവിഷൻ എക്സാംസ്. ഓരോ വീക്കിൻ്റെയും എൻഡിൽ റിവിഷൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അതുവഴി ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. റിവിഷൻ എക്സാം റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ്, PYQ അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. നെക്സ്റ്റ്, മോഡൽ എക്സാം ആൻഡ് മോക്ക് എക്സാം. ഇത്തരത്തിൽ വ്യക്തമായ ഒരു ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയിലൂടെ ഈ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. CC നിങ്ങൾക്കായിട്ട് ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, സെറ്റ് അസ്ത്ര 3.0. വ്യക്തമായ ഒരു ലേണിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യണം എന്ന് താല്പര്യമുണ്ട്, സെറ്റ് എക്സാം വളരെ ഈസിയായി ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. സോ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സെറ്റ് ജനറൽ പേപ്പറിന്റെ ഒരു ഫ്രീ വെബിനാറുമായി മാർച്ച് 17-ാം തീയതി 6 മണിക്ക് ശരണ്യ മിസ് നിങ്ങളുടെ മുന്നിലെത്തുന്നു. സോ 13th മാർച്ചിന് സെറ്റ് കൊമേഴ്സിന്റെ ഒരു ഫ്രീ വെബിനാറുമായി രാത്രി 7 മണിക്ക് വിഷ്ണു സാർ നിങ്ങളുടെ മുന്നിലെത്തുന്നു. മാർച്ച് 17ന് സെറ്റ് ജനറൽ പേപ്പറിന്റെ ഫ്രീ വെബിനാറുമായി ശരണ്യ മിസ് 6 മണിക്ക് നിങ്ങളുടെ മുന്നിലെത്തുന്നു. നെക്സ്റ്റ്, മാർച്ച് 20-ാം തീയതി സെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു ഫ്രീ വെബിനാറുമായി 8 മണിക്ക് ആൽഫിൻ സർ നിങ്ങളുടെ മുന്നിലെത്തുന്നു. നെക്സ്റ്റ്, 15th മാർച്ചിന് സെറ്റ് മാത്സിന്റെ ഒരു ഫ്രീ വെബിനാറുമായി 7 മണിക്ക് ദീപു സർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക, സെറ്റ് എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. താങ്ക്